എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു വീഡിയോ കണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്യണമെന്ന് വെച്ച് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഭക്തജനങ്ങളുടെ മുമ്പിൽ ഈ ഒരു കാര്യം ചെയ്ത് മനസ്സിലാക്കി തരുന്നത്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നാണ്. ഞാനൊരു ന്യൂസ് കണ്ട്, അതായത് ആൾ ദൈവം. ഈ ആൾ ദൈവം എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരു ഭയങ്കര ചിരി വരുന്നു. ഈ ഇല്ലാത്ത രീതിയിൽ ഈശ്വര ചൈതന്യം ഉണ്ടെന്ന് പറഞ്ഞ് ഭക്തജനങ്ങളെ പറ്റിക്കുന്ന ഇതേപോലുള്ള ആൾക്കാരുടെ അടുത്ത് ഭക്തജനങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവരെ വേണം ആദ്യം പിടിച്ച് ശരിയാക്കേണ്ടത്, അല്ലേ? അല്ലാതെ ഈ ആൾദൈവങ്ങളെയല്ല. നമ്മളൊരു ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്, തിരുമേനിമാർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ജ്യോതിഷം നോക്കുന്നുണ്ട്. പിന്നെ ഈ ഭക്തജനങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാൻ വേണ്ടി ഇല്ലാത്ത വിശ്വാസത്തിൻ്റെ പേരിൽ ആൾദൈവങ്ങളൊക്കെ എടുത്ത് പോകുന്നത്? എൻ്റെ ചോദ്യം അതാണ്. അപ്പോൾ ഈ ഇപ്പോൾ ഒരു ആൾ ദൈവം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. അപ്പം നമുക്ക് ആ ഒരു ആൾ ദൈവത്തെ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട ഈ ഒരു ആൾ ദൈവം ഇത് കണ്ടിട്ട് ഭക്തജനങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു കാര്യം മനസ്സിലാക്കുക. ഈശ്വരൻ ആരുടെയും ദേഹത്ത് കയറി ഇങ്ങനെ പ്രഹസനം കാണിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഈശ്വര ചൈതന്യം ഈ പറയുന്ന പോലെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അനുഗ്രഹ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചുമ്മാ പ്രഹസനങ്ങളാണ്. ഇതേപോലെയുള്ള കാര്യങ്ങളൊന്നും വെച്ച് പൊറപ്പിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ ഈ പറയുന്ന മനുഷ്യർ കുറേ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഈ പറയുന്ന ആൾദൈവങ്ങളുടെ അടുത്ത് പോകുന്നതൊക്കെ വിഡ്ഢികളാണ്. അങ്ങനെയുള്ള ഇതൊക്കെ എന്താണ് ഇവർ കാണിക്കുന്നത്? ഈ നാക്ക് നീട്ടി ഈ ചുരിദാറും കാര്യങ്ങളൊക്കെ ടീഷർട്ടും ചുരിദാറിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രസ്സൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത്, നാക്കൊക്കെ നീട്ടി. ഇത് ആൾദൈവം ഇല്ലെങ്കിൽ അറുകുല ബാധ ഭൂതം ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇത് അവർ ഈ പറയുന്ന പോലെ ഇതൊക്കെ വെച്ചിട്ട് കാശ് ഉണ്ടാക്കണം. അവർ ഈ പറയുന്ന യോജിക്കലില്ലാത്ത കുറച്ച് കാര്യങ്ങൾ വരും. ഒരു ഉദാഹരണത്തിന് റോമൻ സിനിമ എന്ന് പറഞ്ഞ് വിജുമേൻ്റെ ഒരു ഡയലോഗുണ്ട് കുതിരവണ്ടിക്കാരനോട്. ആ ഒരു ഡയലോഗാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. കുതിരവണ്ടിക്കാരനോട് പറയുന്നൊരു ഡയലോഗുണ്ട്, നിങ്ങൾ പ്രാരബ്ധക്കാരനാണ് കുതിരവണ്ടി ഒഴിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമയായിട്ട് വേണമെങ്കിൽ എനിക്കിത് കമ്പയർ ചെയ്യാം. കാരണം ബിജുമേനെ യോജിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇപ്പം ഏതെങ്കിലും ഒരു കോടീശ്വരൻ കുതിരവണ്ടിയായിട്ട് കിടക്കുക. അപ്പം അതേപോലെയുള്ള ഇവർ കുറച്ച് ആൾക്കാരെ കാണുമ്പോൾ കുറച്ച് കാര്യങ്ങൾ വരുന്നത്, അത് ചില ആൾക്കാരുടെ കാര്യങ്ങൾ ശരിയാവുന്ന, ചില ആൾക്കാരുടെ ശരിയാവുന്നില്ല. അപ്പോൾ അവർ ഈ പറയുന്ന ബിസിനസ് നടത്തുകയാണ്. അപ്പോൾ ഇതേപോലുള്ള ആൾദൈവങ്ങളെ ഭക്തജനങ്ങൾ വിശ്വസിക്കരുത്. ഇതേപോലുള്ള ആൾക്കാരുടെ അടുത്ത് പോകരുത്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും വിഡ്ഢികളാണ്. നമുക്ക് പോകണമെങ്കിൽ നമുക്ക് ദേവസ്വം നല്ല ക്ഷേത്രങ്ങളുണ്ട്, കുടുംബക്ഷേത്രങ്ങളുണ്ട്, വെച്ചാറാൻ നമ്മൾ വീട്ടിൽ വെച്ച് വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കുക. അല്ലാതെ ഈ ആൾദൈവങ്ങളുടെ അടുത്ത് പോയി അവിടെ ഒരു അനുഗ്രഹം മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഇത് എത്രത്തോളം സത്യമുണ്ടെന്ന് മനസ്സിലാക്കി കാണും. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ പോകുന്ന ആൾക്കാരെ വേണം ആദ്യമേ ശരിയാക്കാൻ വേണ്ടി, അല്ലേ? ഇത് ഇങ്ങനെയൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ നല്ല നല്ല ഈ പറയുന്ന ജ്യോതിഷങ്ങളും പറയുന്ന ആൾക്കാരുണ്ട്, പൂജാധികാരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ഒത്തിരി എന്താ പറയുക, ഒത്തിരി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതാണ് പത്രത്തിൽ. ആൾദൈവങ്ങൾ അതിനകത്ത് ഒത്തിരി സിനിമകളിലും സീരിയലുകളൊക്കെ എത്ര കണ്ടാലും ഈ പറയുന്ന ഭക്തജനങ്ങൾ അവിടെ പോയി അവരെ ഇങ്ങനെ അവരാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഭക്തജനങ്ങൾ ഒരാൾ ചെല്ലും, അവരുടെ കാര്യത്തിന് എന്തോ ലക്കിനെങ്ങാണ്ട ഒരു കാര്യം നടന്ന് ആ ഭക്തൻ ചെന്ന് അടുത്തുള്ളവരെ കൊണ്ടും അങ്ങനെ അങ്ങനെ പോയി 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 ഇതൊരു വലിയൊരു ബിസിനസ്സായി മാറുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെന്താണ് നേടുന്നത്? അവർക്ക് ഈശ്വരന്റെ ശാപം കിട്ടും. അവരുടെ ഒരു മരണസമയം അല്ലെങ്കിൽ അവരുടെ വാർദ്ധക്യ സമയത്ത് അവർ ചെയ്ത പാവങ്ങളൊക്കെ അവരുടെ തലമുറ വരെ അനുഭവിക്കുക. അങ്ങനെ ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുമുണ്ട്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ഈശ്വരാനുഗ്രഹം കിട്ടാൻ വേണ്ടി ഈ പറയുന്ന ബിസിനസ് നടത്താൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നമ്മൾ നേരായ മാർഗത്തിലൂടെ ധനം ഉണ്ടാക്കുക. ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഭക്തജനങ്ങൾ ഇതേപോലുള്ള മണ്ടത്തരം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോകാതിരിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ അത് വേണ്ടപ്പെട്ട അധികാരികളെടുത്ത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇതാക്കുക. കാരണം അതൊരു ബിസിനസ് മൈൻഡ്, ഇല്ലെങ്കിൽ അവിടെ പല ചൂഷണങ്ങൾ നടക്കും, അവിടെ ഭയങ്കര വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആകും. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഭക്തജനങ്ങളെ ഒരു മനുഷ്യ ശരീരത്തിൽ ഈ പറയുന്ന പോലെ ദേവീ ദേവന്മാർ വന്ന് ഇങ്ങനെ വിഡ്ഢിത്തരങ്ങൾ കാണിക്കേണ്ട കാര്യങ്ങളൊന്നും ഈശ്വരന്മാർക്കില്ല. ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ അവിടെ പോകുന്നവർ പോകാതിരിക്കുക. കഴിവതും അവരെന്തെങ്കിലും വേണമെങ്കിൽ കാണിച്ചോട്ടെ. അവിടെ ചെല്ലുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടം. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും ഒരു ഈശ്വരൻ ശക്തി ആരുടെയും ദേഹത്ത് കയറില്ല. പിന്നെ അതേപോലത്തുള്ള വ്രതങ്ങളും കാര്യങ്ങളും എടുത്ത് നിൽക്കുന്നിടത്ത് മാത്രമേ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതേപോലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരത് ചെയ്യട്ടെ. പക്ഷെ അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അവരുടെ അടുത്ത് ഇങ്ങനെ ഈ പറയുന്ന ചരട് ജപം അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു ഈശ്വര ചൈതന്യം കാര്യങ്ങളൊന്നും ആരുടെ ദേഹത്ത് വരത്തില്ല.
അത്ര വ്രതത്തിലും ഈ പറയുന്നിടത്ത് നല്ല ലളിതമായ രീതിയിലായിരിക്കും ഈശ്വരന്റെ ചൈതന്യം നമ്മുടെ ദേഹത്ത് വരുന്നത്, അടുത്ത് വന്ന് നിൽക്കത്തുള്ളൂ. അപ്പോൾ അതിന്റെ അനുഗ്രഹത്തിൽ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ പറയുന്നു ഭക്തജനങ്ങൾക്ക് വേണ്ടി. ഇതൊരു ഒത്തിരി പ്രഹസനങ്ങളും കാര്യങ്ങളും, ഇത് ഒത്തിരി സോഷ്യൽ മീഡിയയിൽ ആൾക്കാരിട്ട് അവരെ കുറെ കളിയാക്കുന്നല്ലാതെ ഈ പറയുന്ന പോലെ ഭക്തജനങ്ങൾക്ക് അവിടെ പോയോണ്ട് ഒരു ഗുണങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അവർ ചുമ്മാ അവിടെ ഇരുന്ന് എന്തൊക്കെയായിട്ട് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് പേരെടുക്കാൻ തോന്നുന്നു. എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ അവർ മുമ്പ് ജ്യോതിഷം വല്ല ഇരിക്കുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ കുറച്ച് അറിയപ്പെടണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ചില കുറേ കാര്യങ്ങളൊക്കെ കണ്ട് ഇതാകുന്നു. പക്ഷെ അവിടെ പോകുന്ന ആൾക്കാരാണ് ഏറ്റവും മണ്ടന്മാരെന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക, ഈശ്വരനെ വിശ്വസിക്കുക, തിരുമീനെ കൊണ്ട് ചരട് ജപിച്ച് കൈ കെട്ടുക, നമ്മുടെ സങ്കടങ്ങൾ ഈശ്വരനോട് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം.